അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലിജോ വർഗീസ് എനിക്കൊപ്പം ഉണ്ട് തത്സമയം. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസും മുഖ്യമന്ത്രി ചർച്ചകളുമാണ്. പക്ഷേ പത്രങ്ങളിൽ ഇന്ന് മറ്റൊരു വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമുക്ക് അത് സംസാരിച്ചു വരികയാണെങ്കിൽ സുപ്രഭാതത്തിൽ ഇന്നത്തെ ഹെഡ്ലൈൻ കറുത്ത തിങ്കൾ എന്നാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് ശേഷം തകർന്നടിഞ്ഞ് ഓഹരി വിപണി എന്നാണ്. ഒറ്റ ദിവസം വിദേശികൾ വിറ്റഴിച്ചത് 6 ലക്ഷം കോടി രൂപയുടെ ഓഹരിയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 6 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിറ്റഴിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇന്ത്യൻ ഇക്കണോമിയിൽ ഉണ്ടാകുന്നു എന്നാണ് പത്രങ്ങളിൽ പറയുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുൻപിൽ വെച്ച കടുത്ത നിർദ്ദേശങ്ങൾ ദലാൽ സ്ട്രീറ്റിനെ ചോരക്കളമാക്കിയെന്നാണ് സുപ്രഭാതം ഇന്ന് ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എഴുതിയിരിക്കുന്നത്. മാധ്യമത്തിൽ പരിഭ്രാന്തി എന്നാണ് ഹെഡ്ലൈൻ. ഓഹരി വിപണിയും രൂപയും ഇടിഞ്ഞു, സാമ്പത്തിക നില ഗുരുതരമെന്നതിൻ്റെ തെളിവാണെന്ന് പ്രതിപക്ഷം പറയുന്നു. മോദിയുടെ ചെലവ് ചുരുക്കൽ പ്രസംഗം വലിയ തിരിച്ചടി ഉണ്ടാക്കി, ഇന്ധനവില വർധനവെന്നൊരു ആശങ്കയിലേക്ക് വരുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി പറയുന്നത് മാന്യമെന്ന് മോദിയും എന്നാണ്. ചെലവ് ചുരുക്കണമെന്ന മോദിയുടെ ആഹ്വാനം മുൻകൂർ ജാമ്യമാണ് എന്നാണ് പൊളിറ്റിക്കലി തന്നെ ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ആഘാതം ചെറുക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടതോടെ ഇന്ത്യ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും കൂപ്പുകുത്തുമെന്ന് ആശങ്ക. പെട്രോൾ ഡീസൽ വില വർധന, വലിയ വിലക്കയറ്റം, തൊഴിൽ നഷ്ടം, കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടപ്പാലായനം, ഓഹരി വിപണിയിലെ തകർച്ച, ഇന്ധനക്ഷാമം കാരണമുള്ള ലോക്ക്ഡൗൺ തുടങ്ങിയവയാൽ ജനജീവിതം ദുസ്സഹമാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. വീക്ഷണവും പൊളിറ്റിക്കലി കാര്യത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ കൈവിടുന്നു എന്നാണ് വീക്ഷണത്തിൻ്റെ ഹെഡ്ലൈൻ. രാജ്യത്ത് ഇന്ധന സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം, ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ വന്നേക്കും, ഇന്ധനവില വർധനവിനും നീക്കം, കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷം പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വീക്ഷണം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിലൊരു വാർത്തയുണ്ട്, അത് സ്വർണ്ണത്തീരുവ കൂട്ടിയേക്കും എന്നുള്ള വാർത്തയാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ എണ്ണവില $105 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 കടന്നതും ചില നിയന്ത്രണങ്ങൾക്കിടയാക്കുമെന്നാണ് സൂചന. സ്വർണത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇറക്കുമതി തീരുവ 6% നിന്നും 10-12 ആക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ചിലപ്പോൾ 15 ആയേക്കും എന്നാണ്. രൂപയുടെ നഷ്ടം ഇന്നലെ രൂപ ചരിത്രത്തിൽ ഏറ്റവും മോശം സാഹചര്യത്തിലേക്ക് പോയി 95 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെ രൂപയുടെ മൂല്യം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. സ്വർണം വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടതെന്നും രാജ്യത്തെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണം പുനരുപയോഗം ചെയ്യാൻ നയപരമായ തീരുമാനം കൈക്കൊള്ളുകയാണ് വേണ്ടത്, സർക്കാർ ചെയ്യേണ്ടതെന്നും ആണ് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ മാതൃഭൂമിയിൽ തന്നെ ദില്ലി ചലോ എന്നാണ് മാതൃഭൂമി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് KPCC മുൻ അധ്യക്ഷന്മാരെയും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരെ എന്ന് പറയുന്നു. അതിൽ ഒരു TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനുണ്ട്, എൻ്റെ ഐഡിയ ആയി പോയി അല്ലെങ്കിൽ എന്ന് ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ വാർത്ത മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം കൂടി ഒരു കാർട്ടൂണായി മാതൃഭൂമിയിൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയും. മനോരമ പറയുന്നത് അവർ പിന്നെയും ചർച്ചയിൽ എന്നാണ്. മുൻ PCC പ്രസിഡന്റുമാരെ വിളിപ്പിച്ചു, അതിൽ തന്നെ ഒരു സുഡോക്കു ഒക്കെ കൊടുത്തിട്ടുണ്ട് മനോരമ ഇന്ന്. മുഖ്യമന്ത്രിയെ നമുക്ക് കണ്ടെത്താം ആരായിരിക്കും എന്നുള്ളത്, അതിൽ വെച്ച് ആദ്യം കണ്ടെത്തിയ മുഖ്യമന്ത്രിയുടെ പേര്, കിട്ടിയ വാക്കുകളുടെ എണ്ണം എത്ര എന്നതൊരു സുഡോക്കു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അത്രത്തോളം തമാശയാക്കി ആണ് കാര്യങ്ങളെ കോൺഗ്രസ് കാണുന്നത് എന്ന തരത്തിൽ ഒരു മെസ്സേജ് നൽകുന്ന തരത്തിലാണ് ഇന്ന് മനോരമ ആ വാർത്തയെ കാണുന്നത്. ഫോൺ ഇമെയിൽ സന്ദേശ പ്രവാഹം രാഹുലിനെ അറിയിച്ച് പിന്നെ പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് അതിലും ഒരു കാർട്ടൂൺ കാണാം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇരുന്ന് ചർക്ക നൂല് നിൽക്കുന്നു, നൂലൊന്നും ശരിയാവാത്ത തരത്തിൽ നൂല് മുഴുവൻ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാർട്ടൂൺ കൂടി വെച്ചിട്ടുണ്ട്. ജനയുഗം പറയുന്നത് രൂക്ഷ വിമർശനവുമായി ലീഗ് എന്നാണ്. ചർച്ചകൾ അനിശ്ചിതമായി നീളുന്നതിൽ നമുക്ക് തന്നെ ഇന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അത്രത്തോളം രൂക്ഷമായ തരത്തിൽ
ലീഗിനുള്ളിൽ ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ മലയടിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ TVKക്ക് ആദ്യ പരീക്ഷണം എന്നാണ്, വിജയെ സംബന്ധിച്ച് ഇന്ന് ആദ്യ പരീക്ഷണമാണ്. തമിഴ്നാട് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്നാണ്, വിജയ്ക്ക് അതിനിർണായകമായൊരു ദിവസമാണ് എന്ന കാര്യം കൂടി പറയുന്നു. സ്വാഭാവികമായും വളരെ കൃത്യമായി 118 എന്നതിൽ നിന്ന് 120 എന്ന നിലയിൽ നിൽക്കുന്ന TVKയെ സംബന്ധിച്ച് ആരുടെയെങ്കിലും ഒരു വോട്ട് പോലും കൈമോശം വന്നു പോയാൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇന്ന് സഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ചന്ദ്രിക ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദി പറയുന്നത് അണ്ണാ DMK പിളർപ്പിലേക്ക് തലൈവന് ബലം കൂടും എന്നാണ്. വേലുമണി SP വേലുമണി സ്വാഭാവികമായും അത് TVKക്കൊപ്പം ചേരുകയാണെങ്കിൽ അവിടെ വിജയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് എന്നാണ് കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വീണ്ടും മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയിൽ ഉള്ള വാർത്ത അത് കേരളത്തിലേക്ക് തിരിച്ച് വീണ്ടും വരുമ്പോൾ അത് CPMുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കുറ്റം പാർട്ടിക്ക്, പിണറായിക്കല്ല എന്നാണ്. ഇന്നലെ PB യോഗത്തിൽ നടന്ന കാര്യങ്ങളാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം കൂട്ടായ നേതൃത്വത്തിനെന്ന് MA ബേബി പറഞ്ഞു. തോറ്റെങ്കിലും ജനപിന്തുണ നഷ്ടമായില്ലെന്ന് PBയുടെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് തീരുമാനം നാളെ കേരള ഘടകത്തിന് വിട്ടു എന്ന അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് കുറ്റം പാർട്ടിക്ക്, പിണറായിക്കല്ല എന്നുള്ള കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനി പറയുന്നത് ആ കാര്യത്തിൽ ഇന്നലെ MA ബേബിയുടെ വാർത്താ സമ്മേളനം വെച്ചാണ് ആഴത്തിൽ വിലയിരുത്തും, തിരുത്തും എന്നാണ്. LDFനുണ്ടായ തിരിച്ചടി വിലയിരുത്തി തിരുത്തും എന്ന് ദേശാഭിമാനി പറഞ്ഞ കാര്യം കൂടി, അത്തരത്തിലൊരു വാർത്ത ദേശാഭിമാനിയിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. മനോരമയിൽ മറ്റൊരു വാർത്തയുള്ളത് അതിങ്ങനെയാണ്. പിണറായി വാടക വീട്ടിലേക്ക് മാറി എന്നാണ്. AKG സെന്ററിലെ ഫ്ളാറ്റും ഉപയോഗിക്കും. ഭരണകാലത്ത് ലഭിച്ച സമ്മാനങ്ങൾ പാർട്ടിക്ക് നൽകി, അതിനുശേഷം അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറി എന്നുള്ള കാര്യമാണ്. അത് 1-2 പത്രങ്ങളിൽ, മറ്റു പത്രങ്ങളിലും ആ വാർത്ത എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്. PM ശ്രീ ഉടൻ നടപ്പാക്കണം. കേന്ദ്ര സമ്മർദ്ദം വീണ്ടും. പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കത്തയച്ചു. ഈ വർഷം കിട്ടേണ്ടത് 440 കോടി. ഒരുപക്ഷെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിൽ വീണ്ടും ആ പ്രശ്നം ഉണ്ടാകാൻ ഉള്ള, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും വരാൻ പോകുന്ന കോൺഗ്രസ് സർക്കാർ നേരിടാൻ പോകുന്നത് എന്നുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അത് അത്തരത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള പുതിയ കത്ത് കേന്ദ്ര സർക്കാർ അയച്ച സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. സിറാജിൽ ഉള്ള ഒരു വാർത്ത അത് ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇറാൻ യുദ്ധം സമാധാന ശ്രമം വീണ്ടും പാളി. ഇറാന്റെ മറുപടി തള്ളി US. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇറാൻ. അങ്ങനെ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അത് ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ് സിറാജിൽ ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ 1-2 വാർത്തകൾ കൂടി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിലൊന്ന് മനോരമയുടെ ഒന്നാം പേജിൽ തന്നെ ഫെഡറേഷന്റെ ഗുസ്തി വിനേഷ് ഫോഗട്ട് ഗോദയ്ക്ക് പുറത്ത് എന്നാണ്. UPയിലെ ടൂർണമെന്റ് വേദിയിലേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു എന്നാണ്. ഡൽഹിയിൽ ഗുസ്തി ഫെഡറേഷന്റെ വിലക്ക് വകവയ്ക്കാതെ ദേശീയ ഓപ്പൺ റാങ്കിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ UPയിലെ ഗോണ്ടയിലെത്തിയ ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ വേദിയിലേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു. ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെ രാത്രി നടന്ന ഭാരപരിശോധനയിൽ താരത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ ചെല്ലാൻ അനുവദിച്ചില്ല. അവരുടെ ഭാഷയിൽ ഞാൻ ഭീകരവാദിയോ ഖലിസ്ഥാൻ അനുകൂലിയോ ആയിരിക്കാം, പക്ഷേ തോൽവി സംബന്ധിച്ച് സന്യാസത്തിന് പോകില്ല, എനിക്ക് പോരാടാൻ അവകാശമുണ്ട് എന്ന് വിനേഷ് ഫോഗട്ട് പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. മനോരമയിൽ തന്നെ സ്പോർട്സിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് ബാസയോളം എന്നാണ്. എൽ ക്ലാസിക്കോ ജയിച്ച് ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 2-0 കീഴടക്കി. ഇതിന് ബാഴ്സയ്ക്ക് തുടർച്ചയായ 2ാം സ്പാനിഷ് ലാലിഗ കിരീടം എന്നുള്ള കാര്യം കൂടി സ്പോർട്സിൽ ഉണ്ട്. മറ്റു പത്രങ്ങളിലും അതുകൊണ്ട് ചിലർ തെരഞ്ഞെടുപ്പ് വാർത്തയെ കൂടി ചേർത്ത് വെച്ചാണ് ഹെഡ്ലൈനുകൾ എഴുതി. മാധ്യമത്തിലൊക്കെ അത്തരത്തിലുള്ള ഹെഡ്ലൈനുകൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ഈ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ്. ജനവിധിയെ അപഹസിക്കരുതെന്നാണ് സുപ്രഭാതം ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഫലമറിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുന്നത് തങ്ങളുടെ കഴിവില്ലായ്മയാണെന്നും അതുവഴി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം വിസ്മരിക്കുകയാണെന്നും കോൺഗ്രസ് സമ്മതിക്കേണ്ടതുണ്ട് എന്നാണ് സുപ്രഭാതം പറയുന്നത്. പാർട്ടി നേതാക്കളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമാണോ, അതല്ലെങ്കിൽ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ കോൺഗ്രസിന്റെ പ്രതിസന്ധിയെന്ന് ആ പാർട്ടി ആഴത്തിൽ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പദവികളാണ് ആത്യന്തിക ലക്ഷ്യമെന്ന അധികാരബദ്ധ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും തിരുത്തൽ വരുത്തണം. രാജ്യത്ത് വർഗീയ വിദ്വേഷ ശക്തികൾ കൂടുതൽ വ്യാപിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. മതേതര ജനാധിപത്യ പാർട്ടികൾ ശോഷിക്കുന്നു. ഇത്തരമൊരു വർത്തമാനകാലത്ത് കോൺഗ്രസ്
കാലത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള കഠിന ശ്രമം നടത്തേണ്ടതാണ്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ നിലനിൽപ്പിന് അത് അനിവാര്യവുമാണ് എന്നാണ് സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് നാളെയൊക്കെയായി ആ കാര്യത്തിലൊരു തീരുമാനം കോൺഗ്രസ് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. തിരിച്ച് സേതുവിലേക്ക്. ഓക്കെ ലിജോ.